എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ ജപ്പാൻ റിലേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. പക്ഷേ പൊതുവെ നമ്മളുടെ രാജ്യത്തുള്ള ഒരു മുഖ്യധാര യിൽ സംസാരിക്കപ്പെടാത്ത വലിയൊരു വിഷയമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ശക്തമായിട്ടുള്ള സാമ്പത്തിക മേഖലയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരേ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മാരുതി സുസുക്കി എന്നുള്ള ഓട്ടോമൊബൈലാണ്. പിന്നെ ടൊയോട്ട ഉണ്ട്, സോണി, പിന്നെ സോഫ്റ്റ് ബാങ്ക് ഒന്നും പൊതുവെ ആരും കേട്ട് കാണുന്നില്ലായിരിക്കും. അപ്പോൾ അതുപോലുള്ള പല ബ്രാൻഡുകൾ ജപ്പാനിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മളുടെ മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ റോഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈലാണ്. അത് ജപ്പാനുമായിട്ടുള്ള കൊളാബറേഷനിൽ കൂടെ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറിൽ കൂടെയാണ് നമ്മളത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ ഏറ്റവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ്, വേരിയസ് മാനുഫാക്ചറിങ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ ഏകദേശം 1300 മേൽ 1400ഓളം ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ അവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ശരിക്കും ഒരു നമുക്കൊട്ടും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു റോൾ ജപ്പാനും ജപ്പാനിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കോർപ്പറേഷൻസും ഒക്കെ തന്നെ, കാരണം അവരുടെ ക്യാപിറ്റലും ടെക്നോളജിയും നമുക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ സുസുക്കി ജപ്പാനിലെ കമ്പനി. മാരുതി അന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ താഴോട്ട് വരുന്നതൊന്നും നമുക്ക് അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ വീഡിയോ പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജപ്പാന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ ജപ്പാന്റെ ഒരു കമ്പനി ഇന്ത്യയിലെ ഇൻവെസ്റ്റർ ആയിട്ടുള്ളത് വന്നിട്ട് സുസുക്കി കമ്പനിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഈ മാരുതി സുസുക്കിക്ക് ഇതിപ്പം 2024 റിപ്പോർട്ടാണ്, ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മാരുതിയുടെ പിന്നെ എന്താണ് പറയുന്നത് മാർക്കറ്റ് വാല്യൂ നമുക്ക് നോക്കാം. മാരുതി സുസുക്കി SUZD അല്ലേ മാർക്കറ്റ് വാല്യൂ? അത് ഈ റിപ്പോർട്ട് അനുസരിച്ച് $49.26 ബില്യൺ ആയിരുന്നു ഏകദേശം ഈ പറഞ്ഞ ഒരു കാലയളവ് ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം ഇന്ത്യയിലെ 17ാമത്തെ വലിയ ഒരു കമ്പനിയുമാണെന്നാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അവരുടെ ഏതാണ് ഓക്കെ, അത് നമുക്ക് ഏകദേശം 2024 ഇവിടെ എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് 49.26 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 43 ഓക്കെ. അതിൽ അല്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യുവേഷൻ അതിൽ വ്യത്യാസം വരും. കാരണം ഇപ്പം നമുക്കറിയാം, സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുമ്പം മാർക്കറ്റ് വാല്യുവേഷൻ കൂടും, സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുമ്പോൾ മാർക്കറ്റ് വാല്യുവേഷൻ കുറയാനുള്ള സാധ്യത. എന്നാലും ഓക്കെ, ഈ ഒരു കാലയളവിൽ ഏകദേശം 49.26 ബില്യൺ, ഏകദേശം 45 ബില്യൺ മുകളിലുണ്ട് എന്ന് മാത്രം നമുക്ക് തൽക്കാലം ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ഏകദേശം ഒരു 17ാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് മാരുതി സുസുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും 17ാമത്തെ വലിയ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ കൊളാബറേഷനോട് കൂടി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുസുക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ അദാനി എൻ്റർപ്രൈസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, വിപ്രോ, ടാറ്റ സ്റ്റീൽ, ഈ പറഞ്ഞ കമ്പനികളൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് മാരുതി സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊട്ടും പിന്നെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജപ്പാനുമായിട്ടുള്ള ബന്ധം അത്ര രാജ്യവുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢമായതുകൊണ്ടും സൗഹൃദമായതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ കൊളാബറേഷൻ ഇത്രയും കാലമായിട്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്രയും ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ പിന്നെ എന്താണ് പറയുന്നത് ഇന്ത്യയിൽ
ഇന്ത്യൻ റോഡുകൾ മൊത്തം അവർക്ക് ഡോമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് കീഴടക്കാനും സാധിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ അതിശയകരമാണ്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്പനി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രത്തോളം അത് വിജയകരമാകും എന്നുള്ളത് നമുക്ക് വളരെ സംശയം, പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ. അപ്പം അതിനെയൊക്കെ വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾക്കും അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഈ മാരുതി സുസുക്കി എന്നുള്ള ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ജയന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൻ വിജയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു പിന്നെ ഊഷ്മളമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ച് മാരുതി സുസുക്കി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ ഈ ജപ്പാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഒരു വൈറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ഹിസ്റ്ററി കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1981 ഫെബ്രുവരി 24 ഇത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞിട്ട്. അപ്പം അന്ന് നമുക്കറിയാം, പണ്ട് ഈ നമ്മുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് മുമ്പ് 1991 ഏകദേശം 10 വർഷം മുമ്പാണിത് ഈ പറഞ്ഞ മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് വരുന്നതും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതൊക്കെ. അപ്പോൾ അന്ന് ഇത് മാരുതി ഉദ്योग ലിമിറ്റഡ് എന്നും പറഞ്ഞായിരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രസ്ഥാനമായിട്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുത്തെ മിഡിൽ ക്ലാസ് ഇന്ത്യൻസിനൊക്കെ വളരെ അവർക്ക് പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കി പിന്നെ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ഈ ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ എങ്ങനെ സുസുകിയെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ ഒരു ആ സമയത്ത് എഡ്- എഡ്മോണ്ടോൺ എഡ്മോണ്ടോൺ ജേർണൽ അതിനകത്ത് വന്നൊരു ആർട്ടിക്കിൾ അനുസരിച്ച് സുസുകിയുടെ ചെയർമാൻ എന്താണ് പറയുക, അദ്ദേഹത്തിന്റെ പേര് ഒസാമു സുസുയി. അദ്ദേഹമാണ് അങ്ങനെ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഒരു കമ്പനി തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഗവൺമെന്റുമായിട്ട് ബാക്കിയുള്ള സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടത്തി അത് തുടങ്ങിയതാകാനുള്ളതാണ് സാധ്യത. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പരസ്യം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജേർണൽ വഴിയൊക്കെ എന്തെങ്കിലും പരസ്യങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ഫോറിൻ കൊളാബറേഷന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു ഒരു കാർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ടെൻഡറുള്ള വല്ലായിരിക്കും സുസുക്കിയുടെ ചെയർമാൻ അതിൽ ആകൃഷ്ടനാകുകയും തീർച്ചയായിട്ടും ആ ഒരു സുസുക്കി എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വരികയും ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് മാരുതി ഉദ്യോഗ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പേരിൽ ആദ്യം അത് ഇനിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഇന്ത്യയിൽ മറ്റ് ഇന്ന് കാണുന്നതായിട്ടുള്ള ഇത്രയും കാർ മാനുഫാക്ചറേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും അല്ല. ആ പടെയുള്ളത് നമ്മുടെ പ്രീമിയർ ഓട്ടോമൊബൈൽസും പിന്നെ ഏതാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിരുന്നു. പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത് പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ കാറും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാറും. ഈ രണ്ട് കാറുകളിലായിരുന്നു അന്ന് ഇന്ത്യൻ നിരത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതൊക്കെ മേടിക്കാൻ വേണ്ടി ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാലയളവിന് ശേഷമായിരിക്കും അവർക്ക് കാർ കയ്യിൽ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ട് കാറുകൾ പിന്നെ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളായിരുന്നു ഈ പറഞ്ഞ രണ്ട് പ്രീമിയർ ഓട്ടോമൊബൈൽസും അതുപോലെ തന്നെ പ്രീമിയർ പത്മിനിയും. കാരണം അന്ന് സ്വകാര്യ മേഖലയിൽ ഒന്നും തന്നെ ഇല്ല എന്നല്ലോ തീർച്ചയായിട്ടും തന്നെ. ഇന്ന് നമ്മൾ കാണുന്ന പോട്ട് ഉള്ള ഇന്ത്യ അല്ലായിരുന്നു അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ കൂടെയാണ് ഇതുപോലെ മൂന്നാമതൊരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയമായിരിക്കും, ഫെബ്രുവരി 24 1951 പറഞ്ഞാൽ. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു ഗവൺമെന്റാണ് ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഈ മാരുതി ഉദ്യോഗ ലിമിറ്റഡ് തുടങ്ങുകയും ചെയ്തതാണ്. അപ്പൊ ആ തുടക്ക സമയത്ത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഷെയർ ഇന്ത്യൻ ഗവൺമെന്റിലും സുസുകിയുടെ കയ്യിൽ വളരെ കുറച്ച് ഷെയർ മാത്രം, മൈനോറിറ്റി ഷെയർ എന്ന് വേണമെന്നൊക്കെ പറയാൻ പറ്റും, മൈനർ സ്റ്റേക്ക് എന്നോ മൈനോറിറ്റി ഷെയർ എന്നൊക്കെ പറയാൻ പറ്റും. ഒക്ടോബർ 2 1982 പിന്നെ കാര്യങ്ങളൊക്കെ വളരെ നാടകീയമായി മാറി. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെന്റും സുസുക്കിയുമായിട്ടൊരു ലൈസൻസ് ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും മാരുതി സുസുക്കി മോട്ടോർ കോർപ്പറേഷനായിട്ട് പിന്നെ അതായത് നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ലൈസൻസ് ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മാരുതി 800 ആണല്ലോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് 1983. അപ്പോൾ അതൊരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ റോഡുകൾ കീഴടക്കുവാനും കൂടുതൽ അന്നത്തെ മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അത് അഫോർഡ് ചെയ്യാനും കൂടുതൽ ആൾക്കാരുടെ കൈകളിലേക്കൊക്കെ ആ കാറുകൾ എത്താനും ഒക്കെ അത് സാധിച്ചു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായങ്ങൾക്കൊക്കെ വളരെ മാറ്റം വന്നു തുടങ്ങി ഇപ്പോൾ അതൊക്കെ നടന്നിട്ട്.
അതായത് അംബാസഡർ കാറും പ്രീമിയം പത്മിനി കാറും ഒക്കെ മേടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മാരുതി വന്നതിന് ശേഷം നമ്മുടെ പൊതുവെയുള്ള അന്നത്തെ ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആ സെക്ടറിനൊക്കെ ഒരു മാറ്റം വരികയും ജനങ്ങൾക്കത് കൂടുതൽ അല്പം കൂടെ വേഗത്തിൽ കാറുകൾ ലഭിക്കാനും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറുകൾ ലഭിക്കാനും ഒക്കെ തുടങ്ങി. കാരണം തീർച്ചയായിട്ടും സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനിയുടെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് അതിനകത്തിൽ നമുക്കറിയാം ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഹരിയാനയിലാണ് അവരുടെ ഫസ്റ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ അവർ പറഞ്ഞാൽ ജപ്പാനിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ കാറുകൾ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ അവർ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. 1983 ഡിസംബർ ആയപ്പോഴത്തേക്കും അവരുടെ നമ്മുടെ മാരുതി സുസുക്കി ഇവിടുന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ലോക്കലായിട്ട് സാധനങ്ങളൊക്കെ, അതായത് പാർട്സ് സ്പെയറുകളൊക്കെ തന്നെ സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സുസുക്കി ഓൾട്ടോയും മാരുതി 800ഉം വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആകാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ആരംഭിക്കാൻ തുടങ്ങി. 1986 ആയപ്പോഴത്തേക്ക് മാരുതി സുസുക്കി ഏകദേശം 1,00,000 കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ സുസുക്കി ഓൾട്ടോ എന്നുള്ള പുതിയ വേർഷൻ 1986 ആയപ്പോഴത്തേക്ക് റോഡിൽ നിരത്തിലിറക്കുകയും ചെയ്തു. അപ്പോൾ ആ വർഷം തന്നെ കമ്പനി എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ എക്സ്പോർട്ട് പോകുന്നത് ഹംഗറിയിലേക്കാണ്. മാരുതി സുസുക്കിയുടെ ആദ്യത്തെ എക്സ്പോർട്ട് ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ 91 ആയപ്പോഴത്തേക്ക് ഇന്ത്യ സാമ്പത്തികമായിട്ട് ഉദാരവൽക്കരണവും അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, മൻമോഹൻ സിംഗും പി.വി. നരസിംഹറാവും ഒക്കെ വന്ന് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ, ഇക്കണോമിക് ലിബറലൈസേഷൻ തുടങ്ങി. അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുവാൻ തീരുമാനിക്കപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഓട്ടോമൊബൈൽ സെക്ടർ ഉൾപ്പെടെ ബാക്കി എല്ലാ സെക്ടറിലും പുതിയ ഒരു ഉണർവും അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റമൊക്കെ ഉണ്ടാവുകയും അങ്ങനെ മാരുതി സുസുക്കിക്കും അത് വലിയൊരു എന്താ പറയുന്നത് ഒരു നല്ല കാലമായി മാറുകയും ചെയ്തു ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ അതോടുകൂടി ആദ്യം മാരുതിയിലെ സുസുക്കിക്ക് നമ്മൾ പറഞ്ഞു ഒരു മൈനോറിറ്റി ഷെയർ ആയിരുന്നു. അപ്പോൾ ഈ ലിബറലൈസേഷനൊക്കെ വന്നതിന് ശേഷം അത് ഒരു 50-50 ജോയിന്റ് വെഞ്ചറാക്കി. എന്ന് വെച്ചാൽ സുസുക്കിക്ക് 50% ഷെയർ, ഇന്ത്യൻ ഗവൺമെന്റിന് 50% ഷെയറുമാക്കി മാറ്റി. അങ്ങനെ പതുക്കെ പതുക്കെ മറ്റ് പല രാജ്യങ്ങളിലെ ഫോറിൻ ഓട്ടോ മേക്കേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. മത്സരം മുറുകി, കോമ്പറ്റീഷൻ വളരെ ശക്തമായി. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ചോയ്സുകൾ, ഓട്ടോമൊബൈൽസ്, കാറുകളൊക്കെ അവർക്ക് ചൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട്, കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയല്ലോ. അപ്പം പ്രൈവറ്റ് മേഖലയ്ക്ക് ഈ പറഞ്ഞ സാമ്പത്തിക മേഖലയെല്ലാം തുറന്നു കൊടുക്കും. അപ്പോൾ പതുക്കെ പതുക്കെ ഫോറിൻ കൊളാബറേഷൻ, ഫോറിൻ കമ്പനീസിന് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസിന് ഇവിടെ വന്നിട്ടുള്ള ഇന്ത്യൻ കമ്പനികളായിട്ട് ജോയിൻ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തൊക്കെ കാറുകളും ഓട്ടോമൊബൈൽസും ഒക്കെ അവർക്ക് മാനുഫാക്ചർ ചെയ്യാനും വിറ്റഴിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യവും അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റവും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ അത് മത്സരം കൂടുതൽ ശക്തിപ്പെടുത്തുന്തോറും ഈ പറഞ്ഞ മാരുതി സുസുക്കിയും കൂടുതൽ അവരുടെ പ്രോഡക്ട്സുകൾ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റുകൾ വ്യാപിപ്പിക്കാനൊക്കെ തുടങ്ങി. 1994 മാരുതി അവരുടെ 1,000,000 വെഹിക്കിൾ, അതായത് 10 ലക്ഷം കാറുകൾ അവർ നിർമ്മിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറും റോഡിലെ 24 അവർ ഓൺ റോഡ് എമർജൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ കൂടുതൽ കസ്റ്റമർ സർവീസൊക്കെ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ വ്യാപകമാക്കാനും ഒക്കെ തുടങ്ങിയതോടുകൂടി അവർ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഓട്ടോമേക്കറായിട്ട് മാറിക്കഴിഞ്ഞാണ്. ഇപ്പോഴും ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 2000 ആയപ്പോഴത്തേക്ക് ഒരു ഫേസ് അല്ലെങ്കിൽ പുതിയ കാലഘട്ടം മാരുതി സുസുക്കിയുടെ ആ ഒരു വഴിയിൽ അല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടായി. കാരണം 2000 ആയപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഓട്ടോമൊബൈൽ കമ്പനിയാണ്, കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് കസ്റ്റമർ സർവീസ് കോൾ സെൻറ്റർ തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം ലിബറലൈസേഷൻ തുടങ്ങിയതിന് ശേഷം കോൾ സെൻറ്റർ അതുപോലുള്ള പരിപാടികളൊക്കെ ഇന്ത്യയിൽ പല മേഖലകളിലൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം 2000 ആയപ്പം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ആദ്യമായിട്ട് കസ്റ്റമർ സർവീസ് കോൾ സെൻറ്റർ തുടങ്ങുന്ന ഒരു കമ്പനിയായിട്ട് കമ്പനി ആവുകയും ചെയ്തു. അപ്പം സുസുക്കി ഈ ജോയിന്റ് വെഞ്ചറുള്ള അവരുടെ ഷെയർ ഇൻക്രീസ് ചെയ്ത് 54.2% ആക്കി.
50:50 ലിബറലൈസേഷന് ശേഷം. പിന്നെ അത് വീണ്ടും ഈ പറഞ്ഞ 2000 കാലഘട്ടത്തിൽ 54.2% അങ്ങനെ കമ്പനി അവരുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പിന്നെ ലിസ്റ്റ് ചെയ്തു. അങ്ങനെ 2007 മാരുതി സുസുക്കി റീനെയിം ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ടൈം സുസുക്കി സോൾ മോർ കാർസ്, ജപ്പാനിലേക്കാളും കൂടുതൽ കാറുകൾ ഇന്ത്യയിൽ അവർ വിൽക്കാനും തുടങ്ങിയത്. അപ്പോൾ ഈ 2003 അവരുടെ IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് അവർ ഷെയർ വിൽക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ സുസുക്കിയുടെ ജപ്പാനിൽ ഉള്ള അവരുടെ ഷെയറിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ അവരുടെ ഷെയറിന്റെ വില ഉയരുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ഹിസ്റ്ററികളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം തന്നെ ഈ മാരുതി സുസുക്കിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉം, കാലഘട്ടവും അല്ലെങ്കിൽ യാത്രയും തന്നെയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ മോൺടോൺ ജേർണലിൽ വന്നൊരു ആർട്ടിക്കിൾ അനുസരിച്ച് ഈ സുസുക്കിയുടെ ചെയർമാൻ ഒസാമു സുസുക്കി, ഇതെല്ലാം പേരുകളാണ്. ഈ സുസുക്കി, ടൊയോട്ട എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഇസുസു എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ പേരുകളാണ്. ഈ കമ്പനി തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ പേരുകളായിരിക്കും. അപ്പം അങ്ങനെ ആ വന്ന ആർട്ടിക്കിൾ കാണുകയും അതിനകത്ത് താല്പര്യം പുള്ളി പ്രകടിപ്പിക്കുകയും, അങ്ങനെയാണ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഈ പറഞ്ഞ, കാരണം ഇന്ത്യൻ ഗവൺമെന്റ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു കാർ മേക്കിംഗ് പാർട്ട്ണറിന് വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പിന്നെ സുസുക്കി ഇതിനകത്തിലേക്ക് വരികയും ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ പറഞ്ഞ മാരുതി ഉദ്യോഗ ലിമിറ്റഡും അല്ലെങ്കിൽ മാരുതി സുസുക്കി ഒക്കെ തുടങ്ങുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ 1952 അത് സ്റ്റാർട്ടായി. അപ്പോൾ ആദ്യം അവർക്ക് 26% ഷെയർ ഉള്ളായിരുന്നു. പിന്നെ ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണം വന്നപ്പോൾ അത് 50-50 പിന്നെ അത് 54.2%. അപ്പൊ അങ്ങനെ അവരുടെ ഷെയർ ഹോൾഡിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് മാരുതിയെ സുസുക്കിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ, തീരുമാനം ആയി മാറിക്കഴിഞ്ഞു. കാരണം അവർക്ക് 2012 10 മില്യൺ വെഹിക്കിൾസ്, 10 മില്യൺ എന്ന് പറയുമ്പം 10 ദശലക്ഷം വെഹിക്കിൾസ് 2012 അവർക്ക് വിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 45% മാർക്കറ്റ് ഷെയർ 2014 ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ റോഡിൽ 45% മാർക്കറ്റ് ഷെയർ. 45% മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള മാർക്കറ്റ് ഷെയർ ഒന്നുമല്ല. അപ്പം ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കിയായി മാറി. 2015 ആയപ്പോഴത്തേക്ക് അവരുടെ പ്രൊഡക്ഷൻ 15 മില്യൺ യൂണിറ്റോളം, 15 ദശലക്ഷം യൂണിറ്റോളം ആയി വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ രീതിയിലും മാരുതി സുസുക്കിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ മുമ്പോട്ടുള്ള പ്രയാണം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല, ഏറ്റവും വലിയൊരു ഓട്ടോ മേക്കർ അല്ലെങ്കിൽ ഓട്ടോ മാനുഫാക്ചറാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പാസഞ്ചർ കാർ മാനുഫാക്ചറാണ്. 2023-24 ഫൈനാൻഷ്യൽ ഇയറിൽ അവർ 2 മില്യൺ യൂണിറ്റ്സ് ഒരു വർഷം അവരുടെ ആനുവൽ സെയിൽസിൽ അവർക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു പുതിയ നാഴികക്കല്ലാണ് അവരെ സംബന്ധിച്ചാണ്. 2023-24 സർപ്പാസിംഗ് 2 മില്യൺ യൂണിറ്റ്സ് ഇൻ ടോട്ടൽ ആനുവൽ സെയിൽസ്. യൂണിറ്റ്സ് ആണ്, എന്നുവെച്ചാൽ 2 ദശലക്ഷം, 20 ലക്ഷം 20 ലക്ഷം യൂണിറ്റുകൾ അവരുടെ ആനുവൽ സെയിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഓട്ടോമൊബൈലിലെ ടോപ്പ് എക്സ്പോർട്ടറും മാരുതി തന്നെയാണ്. നമ്മുടെ മൊത്തം ഓട്ടോമൊബൈൽ എക്സ്പോർട്ടിന്റെ വെഹിക്കിൾ എക്സ്പോർട്ടിന് 41.8% മാരുതിക്കാണ്. ഡൊമസ്റ്റിക്കായിട്ട് 2.1 മില്യൺ അവർ വിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ 1.8 മില്യനും ബാക്കി 2,83,000 യൂണിറ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 14.6 ബില്യൺ ഡോളറിന്റെ നെറ്റ് സെയിൽസ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വലിയ കമ്പനികളിൽ ഒന്നായി അവരെ നിലനിർത്താനും മാരുതിക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ എക്സ്പോർട്ട്
ഒക്കെ വളരെ വൻതോതിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ പിന്നെ ഫോറിൻ കറൻസി റിസർവിലേക്ക് നല്ലൊരു സംഭാവനയാണ് മാരുതി നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലേക്ക് ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക, ചിലി, ഐവറി കോസ്റ്റ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് നമ്മളെ സംബന്ധിച്ചിരുന്നത്. ഏത് നമ്മുടെ ഈ മാരുതി എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്ക, ചിലി, ഐവറി കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. കമ്പനിക്ക് 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. ഒന്ന് ഹരിയാനയിലാണ്. ഇത് രണ്ടിൻ്റെയും ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പൈൻഡ് ആണ്, 1.5 മില്യൺ യൂണിറ്റ്സ് ആണ്. ഗുരുഗ്രാം, മനേസർ എന്ന് പറഞ്ഞ 2 സ്ഥലത്താണ് ഹരിയാനയിൽ കമ്പനിയുടെ മോഡേൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ളത്. 1.5 മില്യൺ യൂണിറ്റ്സ് ഇവിടെ രണ്ടിടത്തും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗുജറാത്തിലാണ് വേറെണ്ണം. അത് 2017 തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏകദേശം 2.25 മില്യൺ യൂണിറ്റ്സ് ആണ് ഒരു വർഷം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫാക്ടറി കപ്പാസിറ്റി ഉണ്ടാകുന്നത്. അപ്പം ഹരിയാനയിൽ പുതിയൊരു പ്ലാന്റ് കൂടെ അവർ കർക്കോട എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങാൻ പ്ലാനുണ്ട്. കാരണം ഭാവിയിലുള്ള ഡിമാൻഡിനെ അവർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഏകദേശം 1 മില്യൺ യൂണിറ്റ്സ് അവർക്ക് വാർഷികമായിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാം. അപ്പോൾ അതിന് ഏകദേശം അടുത്ത 8 വർഷത്തിനുള്ളിലായിരിക്കും അത് ആ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിന് $2.2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 ഫെസിലിറ്റിയും തുടങ്ങുന്നതിന് വേണ്ടി $5.5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാരുതിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് കൂടുതൽ ശക്തമാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഡൊമസ്റ്റിക് ഷെയർ അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയിലും അവരുടെ ഷെയർ വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള പ്ലാനും പദ്ധതികളും ലക്ഷ്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 600 ഏക്കർ വലിപ്പമുള്ള ഹരിയാനയാണ് അവരുടെ പ്രധാന ബേസ്. മാരുതിയുടെ 600 ഏക്കർ വലിപ്പമുള്ളൊരു സ്ഥലത്ത് അവരുടെ R&D ഫെസിലിറ്റി സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വെച്ചാൽ വളരെ അത്യാധുനിക സൗകര്യങ്ങളുള്ള R&D ഫെസിലിറ്റി. R&D തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവിടെയാണ് ഈ അവരുടെ ഓട്ടോമൊബൈലിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങളും റിസർച്ചും ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത്. അപ്പോൾ 600 ഏക്കർ ദൈർഘ്യമുള്ള ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ R&D ഫെസിലിറ്റി നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചെറുതല്ല, ഒരു വമ്പൻ പ്രസ്ഥാനം തന്നെയാണ് മാരുതി സുസുക്കി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കൊക്കെ അവർ വരാൻ പോവുകയാണ്. ഏകദേശം 2030 6 മോഡൽസ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ 6 മോഡൽസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് പ്ലാനുണ്ട്. അപ്പം 2030 ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ അവർ സാധ്യമാക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാരുതി ഉദ്യോഗമല്ല, ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാരുതി സുസുക്കിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ സെക്ടറിൽ വളരെ പ്രാധാന്യമുള്ള ഒരു റോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് തന്നെ മാരുതി സുസുക്കിക്കുണ്ട്. അപ്പോൾ നമ്മൾ ജപ്പാനുമായിട്ടുള്ള കൊളാബറേഷനാണ് തുടങ്ങിയത്. ജപ്പാനീസ് കമ്പനിയാണ് സുസുക്കി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ജപ്പാനൊക്കെ വളരെ ടെക്നോളജിക്കലി വളരെ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ ടെക്നോളജി എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവർ നമ്മളുമായിട്ട് സഹകരിച്ച് ഷെയർ ചെയ്ത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് അത്യാധുനികമായിട്ടുള്ള അതാത് കാലത്ത് ലഭ്യമായിട്ടുള്ള അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള കാറുകൾ നിർമ്മിച്ച് നമ്മളുടെ ഇന്ത്യൻ വിപണിയിലും അതുപോലെ തന്നെ വിദേശ മാർക്കറ്റുകളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കൊളാബറേഷൻ ജോയിന്റ് വെഞ്ചർ നമുക്ക് സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോറിൻ ഇൻവെസ്റ്റർ. ഇത്രയും 81 തുടങ്ങിയതാണ്. 81 മുതൽ ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 74 7 ഏകദേശം ഒരു 44 വർഷത്തോളം ഈ പറഞ്ഞ ഇന്ത്യൻ ഗവൺമെൻറ്റും ഈ പറഞ്ഞ സുസുക്കിയും തമ്മിലുള്ള കൊളാബറേഷൻ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ വലിയൊരു ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടർ എന്നല്ല, ഇന്ത്യൻ എക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു വലിയൊരു കമ്പനിയായി വളർന്നു മാറുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊണ്ടുപോകാൻ സാധിക്കും, ഇല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, അതായത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പിന്നെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു പൊതുവെയുള്ള ധാരണ നമുക്കുണ്ട്. ധാരണയല്ല, അതൊരു യാഥാർത്ഥ്യങ്ങളാണ്. കാരണം പലതും നഷ്ടത്തിലോടുന്നുണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്, ഇനഫിഷ്യൻസി ഉണ്ട്, ബ്യൂറോക്രസി ഉണ്ട്, ഒത്തിരി വേസ്റ്റ് ഉണ്ട്, നഷ്ടങ്ങളുണ്ട്. അതിപ്പം കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതായാലും ശരി, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ പറയാനും വേണ്ട. അപ്പം ഗവൺമെൻറ്റിന് ഒരു റോളുള്ള ഒരു കമ്പനി, പ്രത്യേകിച്ച് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ കൂടെ ഉള്ളൊരു കമ്പനി തീർച്ചയായിട്ടും ഒരു സ്വകാര്യ മേഖലയിലുള്ളൊരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ തന്നെ അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം, ഒരു ഉദാഹരണമാണ് ഇത് പറഞ്ഞിട്ട്. ഓക്കെ, അതെന്തിലായിക്കട്ടെ. അപ്പം ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറയുമ്പോൾ 17ാമത്തെ സ്ഥാനമാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് അറിയത്തില്ല, ഒരുപക്ഷെ മുമ്പോട്ടോ ഒരുപക്ഷെ പുറമോട്ടോ ഒക്കെ ഒന്നോ രണ്ടോ സ്ലോട്ടിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഏകദേശം $16 ബില്യൺ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള ആനുവൽ സെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ടിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കൊക്കെ വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കോണമിയിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ട്. അത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇക്കണോമിക് റിലേഷൻ്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയത്തക്ക ഒരു ഉദാഹരണം കൂടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടെങ്കിലും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മറ്റേതെങ്കിലും ടോപ്പിക്സ് നമ്മളുടെ ശ്രദ്ധ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മീൻസ് ഞാൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇത് ഒരു ബിഹൈൻഡ് ഏഷ്യ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു നെറ്റിൽ വന്നൊരു ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.